നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടി.എസ്. എലിയറ്റിനെ കുറിച്ചിട്ടാണ്. Who is T.S. Eliot? He is considered one of the 20th century's major poets and he is a central figure in English language modernist poetry. 20ാം നൂറ്റാണ്ടിലെ മേജർ പോയറ്റ് അല്ലെങ്കിൽ മേജർ ക്രിട്ടിക് എന്നറിയപ്പെടുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫിഗർ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ടി.എസ്. എലിയറ്റ്. ടി.എസ്. എലിയറ്റ് മീൻസ് തോമസ് സ്റ്റീവൻസ് എലിയറ്റ്. He is a poet, essayist, publisher, playwright, critic and also editor. He is the central figure in English language modernist poetry. He is born in St. Louis, Missouri. മുസോറിയിലെ സെൻറ്റ് ലോയിസ് എന്ന പ്ലേസിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം 1914 തൻ്റെ 25ാം വയസ്സിൽ ഇംഗ്ലണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. നമുക്ക് പറയാം ഹീ ഈസ് ആൻ അമേരിക്കൻ ബോൺ പോയറ്റ്. പക്ഷേ അദ്ദേഹം 1927 അതായത് ഏജ് ഓഫ് 39 ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് എടുത്തു. അതുകൊണ്ട് തന്നെ നമുക്ക് അമേരിക്കൻ ബോൺ പോയറ്റ് ആണെങ്കിലും ഹീ ഈസ് കൺസിഡേർഡ് ടു ബി എ ബ്രിട്ടീഷ് പോയറ്റ് ഓഫ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ ഫാമിലി, ചൈൽഡ്ഹുഡ് അതെല്ലാം നോക്കാം. Eliot's paternal grandfather, William Greenleaf Eliot, had moved to St. Louis of Missouri to establish a Unitarian Christian church there. His father, Henry Ware Eliot, was a successful businessman, president and treasurer of the Hydraulic Press Brick Company in St. Louis. His mother, Charlotte Chambers Stearns, who wrote poetry and was a social worker, which was a new profession in USA in the early 20th century. Eliot was the last of 6 surviving children. അപ്പോൾ എലിയറ്റിൻ്റെ ഫാമിലി തന്നെ, എലിയറ്റ്സ് ഫാമിലി, ഹീസ് ബിലോങ് ടു ദ എലിയറ്റ്സ് ഫാമിലി. അദ്ദേഹത്തിൻ്റെ ഫാമിലി നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിൽ ഒരുപാട് ഇംപ്രൂവൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലീസാണ്. അതായത് വില്യം ഗ്രീൻലീഫ്, തൻ്റെ ഗ്രാൻഡ് ഫാദർ, ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി ഹു ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ദ ചർച്ച്, യൂണിറ്റേറിയൻ ചർച്ച് ഇൻ സെൻറ്റ് ലൂയിസ്. ആൻഡ് ആൾസോ വാട്ട് അബൌട്ട് ഹിസ് ഫാദർ? അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആയിരുന്നു. ആൻഡ് ആൾസോ ദ പ്രസിഡൻറ്റ് ഓഫ് ദ ഹൈഡ്രോളിക് പ്രസ് ബ്രിക്ക് കമ്പനി. സെൻറ്റ് ലൂയിസിൽ തന്നെയുള്ള ഒരു ഹൈഡ്രോളിക് പ്രസ് ബ്രിക്ക് കമ്പനിയുടെ പ്രസിഡൻറ്റ് കൂടിയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മദർ ഒരു സോഷ്യൽ വർക്കർ ആയിരുന്നു. ആൾസോ ഷീ റോട്ട് മെനി പോയട്രി. അന്ന് സോഷ്യൽ വർക്കർ എന്നുള്ള പ്രൊഫഷൻ 20th സെഞ്ച്വറിയിലെ ഒരു ബിഗിനിങ് ആയിരുന്നു. ഇറ്റ് ഈസ് സംതിങ് ന്യൂ ഫോർ പീപ്പിൾ. 6 സർവൈവിങ് ചിൽഡ്രനിലെ ദ യങ്ങസ്റ്റ് വൺ ആയിരുന്നു ടി.എസ്. എലിയറ്റ്. ആൻഡ് വാട്ട് അബൌട്ട് ഹിസ് ചൈൽഡ്ഹുഡ്? ഇൻ ഹിസ് ചൈൽഡ്ഹുഡ് ഹീ ഈസ് ഫോണ്ട് ഓഫ് ദ വർക്ക് ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ ബൈ മാർക്ക് ട്വെയിൻ എഴുതിയിട്ടുള്ള അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ എന്ന വർക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിൽ. നമുക്കറിയാം അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ എന്ന ഒരു ചൈൽഡിൻ്റെ, അതുപോലെ സിദ്ധ്, അവരുടെയൊക്കെ ഒരു അഡ്വഞ്ചേഴ്സ് ഓഫ് ജേണി ഓഫ് അഡ്വഞ്ചേഴ്സ്, നമുക്കറിയാം ഒരുപാട് അഡ്വഞ്ചേഴ്സിലൂടെ കടന്നു പോകുന്നൊരു നോവലാണത്. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ഒരു ചൈൽഡ്ഹുഡിൽ ഒരു ചൈൽഡിന് ഇഷ്ടപ്പെടാവുന്ന ഒരു നോവൽ തന്നെയായിരുന്നു അത്. പിന്നെ എലിയറ്റ് ആൻഡ് എസ്ര പൗണ്ട് were the contemporaries of Mr. Yeats. പിന്നെ he married 2 times and he had no children. Esme Valerie Eliot, who is the second വൈഫാണ് വെലേറി എലിയറ്റ്. അവർ ടി.എസ്. എലിയറ്റിൻ്റെ ദ ലെറ്റേഴ്സ് ഓഫ് ടി.എസ്. എലിയറ്റ് എന്ന വർക്ക് ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മരണശേഷം അത് എഡിറ്റ് ചെയ്യുകയും അതിലേക്ക് ഒരുപാട് നോട്ട്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആൾസോ ഷീ കെപ്റ്റ് ഓർ പ്രിസർവ്ഡ് ഹിസ് ലിഗസി ആസ് വെൽ. ഇനി ടി.എസ്. എലിയറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എസ്ര പൗണ്ട്, ഡാൻറ്റെ, ഇന്ത്യൻ ലിറ്ററേച്ചർ ആൻഡ് ആൾസോ ഫിലോസഫി. ഇതൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ വർക്ക്സ് വായിച്ചാൽ മനസ്സിലാവും. ഇവരുടെയൊക്കെ ഇൻഫ്ലുവൻസ്, എസ്പെഷ്യലി ഇന്ത്യൻ, ഇവൻ ദോ ഹീ ഈസ് എ ബ്രിട്ടീഷ് പോയറ്റ് ബോൺ ഇൻ അമേരിക്ക, ഹീ ഈസ് വെരി മച്ച് ഇൻഫ്ലുവൻസ്ഡ് ആൻഡ് ലവ്ഡ് ബൈ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ട്രഡീഷൻ. അതുപോലെ തന്നെ ആ ഇന്ത്യൻ ലിറ്ററേച്ചർ അദ്ദേഹത്തിൻ്റെ വർക്കിൽ നമുക്ക് കാണാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ദ വേസ്റ്റ് ലാൻഡ് വായിക്കുകയാണെങ്കിൽ ദ വേസ്റ്റ് ലാൻഡ് നമുക്കറിയാം ഒരുപാട് ലാംഗ്വേജ് അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് കൂടാതെ ജർമ്മൻ, റഷ്യൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആ ദ വേസ്റ്റ് ലാൻഡ് എന്ന പോയത്തിൽ അവസാനം നമുക്ക് കാണാം ശാന്തി എന്ന സാൻസ്ക്രിറ്റ് ടേംസിലാണ് അദ്ദേഹം എൻഡ് ചെയ്യുന്നത്. ഇതൊക്കെ കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ലവ് ഫോർ ഇന്ത്യൻ ലിറ്ററേച്ചറാണ്. ഇനി അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ അവാർഡ്സാണ് നമ്മൾ നോക്കുന്നത്. 1948 നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ, 1948 ഓർഡർ ഓഫ് മെറിറ്റ്, 1959 ഡാൻറ്റെ മെഡൽ, ആൾസോ ഇൻ 1964 ദ പ്രസിഡൻറ്റ് മെഡൽ ഓഫ് ഫ്രീഡം ഫ്രം USA. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് നമ്മൾ നോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേംസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഒബ്ജക്റ്റീവ് കോ റിലേറ്റീവ്, അതുപോലെ തന്നെ ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി. ഈ 2 ടേംസും ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്ത 2 ഐഡിയാസ് ആണ് ഇത് രണ്ടും. നമുക്കതിലോട്ട് പോവാം. First one, objective correlative. The term is used in the essay Hamlet and His Problems. That is the only way of expressing emotion in the form of arts
is by finding an objective correlative, a set of objects, a situation, or a chain of events which shall be the formula of that particular emotion. In objective correlative, the experience loses its individual character and acquires universal application. ഇതെന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്നുള്ള ടേം അദ്ദേഹം തൻ്റെ എസ്സേ ആയിട്ടുള്ള ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് എന്ന എസ്സേയിലാണ് ഈ ടേം ഫസ്റ്റ് യൂസ് ചെയ്തത്. അക്കോർഡിംഗ് ടു എലിയറ്റ്, ദ ഓൺലി വേ ടു എക്സ്പ്രസ് ദ ഇമോഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് ആർട്ട് ഈസ് ബൈ ഫൈൻഡിങ് ആൻ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. അതായത് ഒരു ആർട്ടിൽ അതിൻ്റെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ ഏറ്റവും നല്ല എളുപ്പം, അല്ലെങ്കിൽ ഹൗ യു ക്യാൻ എക്സ്പ്രസ് ദി ഇമോഷൻ ബൈ ഫൈൻഡിങ് ആൻ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. ഇത് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്ലൂ ലോട്ടസ് എന്നുള്ള പോം ഇന്ത്യൻ ലിറ്ററേച്ചറിൽ. ആ ബ്ലൂ, അതുപോലെ തന്നെ അവർ കാഷ്യൂറിന ട്രീ ബൈ ടോറു ദത്ത്. ഇപ്പോൾ അവർ കാഷ്യൂറിന ട്രീ എടുക്കുകയാണെങ്കിൽ അതിൽ ടോറു ദത്ത് ഈ കാഷ്യൂറിന ട്രീ എന്ന ട്രീയിലേക്കാണ് തൻ്റെ ഇമോഷൻസൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഷീ ഈസ് റിലേറ്റിംഗ് ഹർ ഇമോഷൻസ് ടുവാർഡ്സ് ദ ട്രീ, ദാറ്റ് ഈസ് ദ കാഷ്യൂറിന ട്രീ. അതുകൊണ്ട് തന്നെ ആ പോമിൽ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് എന്താണ്, കാഷ്യൂറിന ട്രീ ആണ്. അതുപോലെ തന്നെ നമുക്ക് വേറെ നോക്കാം. ഇപ്പോൾ നമ്മളൊരു ഹൊറർ മൂവി കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹൊറർ സ്റ്റോറി വായിക്കുകയാണെങ്കിൽ, ഇപ്പോൾ വുദറിങ് ഹൈറ്റ്സ്, അതുപോലെ ഹൊററായിട്ടുള്ള നമ്മൾ എന്തെങ്കിലും കാണുക, നമുക്കതിൽ ഹൊററായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ പോയറ്റ്സ് അല്ലെങ്കിൽ ഓതേഴ്സ് ആരായാലും, നോവലിസ്റ്റ്, ഇവരൊക്കെ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, തണ്ടർ, ഡാർക്ക്നെസ്, പിന്നെ അതുപോലെ തന്നെ സൗണ്ട് ഓഫ് തണ്ടർ, ലൈറ്റ്നിങ്, ഡാർക്ക്നെസ്, പിന്നെ ഔളിൻ്റെയൊക്കെ സൗണ്ട്, പിന്നെ ആൾസോ ദ ഡോഗ് ബാർക്കിംഗ്. ഇത്രയും ഇതൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സംതിങ് ഗോത്തിക് ആയിട്ട്, എന്തെങ്കിലും ഒരു ഗോത്തിക് എലമെൻ്റ് ആണ് അവിടെ എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അത്തരം ഒരു ഫൈൻഡിങ്സിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവായിട്ട് കാണുന്നത്. ഇപ്പോൾ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു കാര്യം എടുക്കുകയാണെങ്കിൽ, നമ്മൾ ലവ് എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമുക്ക് റിലേറ്റ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്, റോസ് ഫ്ലവർ, അല്ലെങ്കിൽ റൊമാൻറ്റിക് ബാക്ക്ഗ്രൗണ്ട്, റൊമാൻറ്റിക് സോങ്സ്, പോയട്രി, അങ്ങനത്തെ ഒക്കെ ഇവോക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്തരം ഇതിലോട്ട് നമുക്ക് ഇമോഷൻ ഓഫ് ലവ് റിലേറ്റ് ചെയ്യാം. അതിനെയാണ് ഒബ്ജക്റ്റീവ് റിലേറ്റീവ് എന്ന് പറയുന്നത്. ഇതെന്തായിരിക്കും, ഒന്നെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ചെയിൻ ഓഫ് ഈവൻ്റ് ആയിരിക്കും, ദാറ്റ് യൂസ്ഡ് ഫോർ ഇവോക്കിംഗ് എ പാർട്ടിക്കുലർ ഇമോഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിരിക്കുന്ന ഓഡിയൻസിന് അല്ലെങ്കിൽ റീഡേഴ്സിന് ആ ആക്ഷനോടാണ് അവർ റിയാക്ട് ചെയ്യുന്നത്. അതിനെയാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാം, ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് എന്ന എസ്സേയിൽ എലിയറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ക്ലാസിക്കൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മാക്ബത്ത് എടുക്കാം. മാക്ബത്തിൽ ലേഡി മാക്ബത്തിൻ്റെ സ്ലീപ്പ് വാക്കിംഗ് സീൻ ഉണ്ട്. അത് ലേഡി മാക്ബത്ത് ഇങ്ങനെ ഉറക്കത്തിൽ നടന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ സ്പെൽ ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സംതിങ് ഈസ് റോട്ടൺ, സംതിങ് ഈസ് ഹാപ്പനിങ്, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ എന്താണ്, സീൻ എന്താണ്, നമുക്കതിൽ നിന്ന് തന്നെ മനസ്സിലാവും. അവിടെ ഒന്നും സ്പീക്കറൊന്നും അല്ലെങ്കിൽ ആക്ടറൊന്നും എക്സ്പ്രസ് പറയുന്നില്ലെങ്കിൽ കൂടി നമുക്ക് അവരുടെ ഇതിൽ നിന്നത് മനസ്സിലാവും. അങ്ങനത്തെ അങ്ങനെ ഇമോഷൻസ് റിലേറ്റ് ചെയ്യിക്കാൻ കഴിയുന്നതിനെയാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്നത്. ടി.എസ്. എലിയറ്റ് പറയുന്നുണ്ട്, ഞാൻ ഹാംലെറ്റ് എന്ന വീഡിയോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാംലെറ്റ് ഈസ് എൻ ആർട്ടിസ്റ്റിക് ഫെയിലിയർ എന്ന് പറയുന്നുണ്ട് ടി.എസ്. എലിയറ്റ്. വൈ? ബിക്കോസ് ഹാംലെറ്റിൻ്റെ ആ ഒരു നോവലിൽ ഹാംലെറ്റ് എന്ന ക്യാരക്ടർ ദർ ഈസ് എ ലാക്ക് ഓഫ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. ഷേക്സ്പിയർ ഈസ് അണേബിൾ ടു എക്സ്പ്രസ് ദ സ്റ്റേറ്റ് ഓഫ് ദ മൈൻഡ് ഓഫ് ഹാംലെറ്റ്. അതായത് ഹാംലെറ്റിൻ്റെ മൈൻഡിൻ്റെ സ്റ്റേറ്റ് എന്താണ്, വാട്ട് ഈസ് ഹിസ് ഇമോഷൻ, വാട്ട് ഈസ് അബൌട്ട് ഹിസ് മൈൻഡ്, അത് എക്സ്പ്രസ് ചെയ്യാൻ ഷേക്സ്പിയറിന് സാധിച്ചിട്ടില്ല. ദർ വാസ് നോ പ്രോപ്പർ സെറ്റ് ഓഫ് ഈവൻസ് ഓർ സെറ്റ് ഓഫ് വേർഡ്സ് ടു എക്സ്പ്രസ് ദ ഇമോഷൻ ഓഫ് ഹാംലെറ്റ്. അതുകൊണ്ട് തന്നെ അതൊരു ആർട്ടിസ്റ്റിക് ഫെയിലിയർ ആണെന്നാണ് ടി.എസ്. എലിയറ്റ് തൻ്റെ വർക്ക് ഈ ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസിലൂടെ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം യൂസ് ചെയ്ത ടേമാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്നുള്ള, അങ്ങനെ ആ എസ്സേയിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ ലിറ്റററി ടേം യൂസ്ഡ് ബൈ ടി.എസ്. എലിയറ്റ് ഇൻ ഹിസ് എസ്സേ ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ്. ഇറ്റ് റെഫേഴ്സ് ടു ദ വേ ഇൻ വിച്ച് ഇൻ്റലക്ച്വൽ തോട്ട് വാസ് സെപ്പറേറ്റഡ് ഫ്രം ദ എക്സ്പീരിയൻസ് ഓഫ് ഫീലിംഗ് ഇൻ 17th century പോയട്രി. അതായത് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്നുള്ളത് ഒരു സെക്കൻഡ് ഫേമസ് ഫ്രേസ് ഓഫ് എലിയറ്റ് ആണ്. അത് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത് ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്നിട്ടുള്ള 20th century ടി.എസ്. എലിയറ്റിൻ്റെ ഒരു എസ്സേയിലാണ്. ഇതിൽ അദ്ദേഹം പറയുന്നത് മെയിൻലി നമുക്കറിയാം മെറ്റാഫിസിക്കൽ പോയറ്റ്സിനെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം അതിൽ പറയുന്നത്. സ്വാഭാവികമായിട്ടും മെറ്റാഫിസിക്കൽ പോയറ്റ്സിൻ്റെ നല്ല കാര്യങ്ങൾ തന്നെയാണ് അവരുടെ പോസിറ്റീവ്സ്. ഹി ഈസ് വെരി മച്ച് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ റൈറ്റിംഗ്സ് ഓഫ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് കമ്പയറിംഗ് ടു അതർ റൈറ്റേഴ്സ് ഓർ പോയറ്റ്സ്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 17th century ആ സമയത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പോയട്രിയൊക്കെ ഹയസ്റ്റ് പീക്കിൽ നിൽക്കുന്ന ഒരു പീരീഡ് ആയിരുന്നു 17th century. പക്ഷേ അവിടെ ഒരു ഡിക്ലൈൻ ഉണ്ടായി. അതിനുശേഷം കുറച്ച് ഡിക്ലൈൻ വന്നു, പോയട്രീൻ്റെ ഒരു കാര്യത്തിൽ ഡിക്ലൈൻ വന്നു. ദ ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റീസ് ഒക്കേർഡ് ഡ്യൂറിങ് ദ ടൈം ഓഫ് സിവിൽ വാർ.
സിവിൽ വാറിൻ്റെ സമയത്താണ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി കാര്യമായിട്ട് നമുക്കതിൻ്റെ കണ്ടുവരുന്നത്. കാരണം എന്താണ്, അന്ന് അവിടുത്തെ പോയട്രിയിലൊക്കെ അതിൻ്റെ ഡിക്ലൈനിങ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ ഓക്കെ, ഹി ആൾസോ മെൻഷൻഡ് അബൌട്ട് ദ പവർഫുൾ പോയറ്റ്സ്, ദാറ്റ് ഈസ് മിൽട്ടൺ ആൻഡ് ഡ്രൈഡൻ. അവരുടെ പോയട്രീൻ്റെ ഇമ്പോർട്ടൻസും അദ്ദേഹം അതിൽ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി? ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി സിംപ്ലി മീൻ ദാറ്റ് ദ സെപ്പറേഷൻ ഓഫ് തോട്ട് ആൻഡ് ഫീൽ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദ സെപ്പറേഷൻ ഓഫ് മൈൻഡ് ആൻഡ് ഹാർട്ട്. ഒന്നെങ്കിൽ സെപ്പറേഷൻ ഓഫ് തോട്ട് ആൻഡ് ഫീലിംഗ്, അല്ലെങ്കിൽ മൈൻഡ് ആൻഡ് ഹാർട്ട്. ഈ 17th സെഞ്ച്വറി ഹയസ്റ്റ് പീക്ക് ടൈമിൽ നിന്ന പോയട്രിയുടെ പീക്ക് ടൈമായിരുന്നു. പക്ഷേ ആഫ്റ്റർ ദാറ്റ് ദർ ഇസ് എ ഡിക്ലൈൻ നമ്മൾ പറഞ്ഞു. അതിന് കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. ആ ഡിക്ലൈൻ വരാനുള്ള കാരണം എന്താണ് ടി.എസ്. എലിയറ്റ് പറയുന്നത്? ഫോർ എക്സാമ്പിൾ നമുക്ക് മെറ്റാഫിസിക്കൽ പോയിറ്റ്സിൻ്റെ കാര്യം നോക്കാം. മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് എന്ന് പറയുമ്പോൾ ജോൺ ഡൺ, ആൻഡ്രൂ മാർവൽ, അത്തരം പോയറ്റ്സൊക്കെ 17th സെഞ്ച്വറിയിൽ എന്താ യൂസ് ചെയ്തത്? ദേ ഹാഡ് ആക്ച്വലി ദ യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി. Unification of sensibility means union of thoughts and feeling together in their work. ഇത് അവരുടെ പോയട്രിയിൽ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്, ദർ ഇസ് എ യൂണിയൻ ഫോർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. ഇത് രണ്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഹീ ഈസ് വെരി മച്ച് ടെല്ലിങ് ദാറ്റ് ടി.എസ്. എലിയറ്റ് പറയുന്നുണ്ട് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ഒരുപാട് നല്ല വർക്ക്സാണ് അവർക്ക് ഉണ്ടായിരുന്നത്. കാരണം ദർ ഇസ് എ യൂണിയൻ ഓഫ് തോട്ട് ആൻഡ് ഫീലിങ്സ്, ബോത്ത് ഈസ് ദ. ഫോർ എക്സാമ്പിൾ നമുക്ക് ജോൺ ഡണ്ടിൻ്റെ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എടുക്കുകയാണെങ്കിൽ ഹീ ഈസ് കമ്പയറിങ് ഹെട്രോജീനിയസ് ഐഡിയാസ്, ദാറ്റ് ഈസ് ദ കമ്പയറിങ് ദ ലവ് വിത്ത് ദ ലെഗ്സ് ഓഫ് കോമ്പസ്. ഇവിടെ തോട്ട് പ്ലസ് ഫീലിംഗ്, തോട്ട് പ്ലസ് ഫെൽറ്റ്, ദാറ്റ് ഈസ് ദ ആൻഡ് ദിസ് ഈസ് അണ്ടിൽ 17th സെഞ്ച്വറി. 17th സെഞ്ച്വറി വരെ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ പോയട്രി അതിൻ്റെ പീക്ക് ക്വാളിറ്റിയിലാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇനി ആഫ്റ്റർ 17th സെഞ്ച്വറി വാട്ട് ഹാപ്പൻഡ്? നമുക്കറിയാം എൻലൈറ്റൻമെൻറ്റ് പീരീഡ് അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ ഏജ്, ഡ്രൈഡൻ്റെ അല്ലെങ്കിൽ ഒരു പോപ്പിൻ്റെ ഒക്കെ ഏജ്. ദേ ഹാഡ് ഓൺലി തോട്ട് മാത്രമുള്ള പോയറ്റ്സ് ആയിരുന്നു, പോയട്രി ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ദർ ഈസ് ഓൺലി തോട്ട്. അവിടെ ഫീലിംഗ് എന്നുള്ള ഒരു ഫെൽറ്റ്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അവിടെ ഇല്ല. ദർ ഈസ് ഓൺലി തോട്ട്. ആൻഡ് വാട്ട് അബൌട്ട് റൊമാൻറ്റിക് പീരിയഡ്? റൊമാൻറ്റിക് ഏജിലും for example poets like Wordsworth and Coleridge, they are giving importance to feelings. അവിടെ ഫീലിങ്സിന് മാത്രമാണ് ഇമ്പോർട്ടൻസ്, അവിടെ തോട്ടില്ല. ഓക്കെ, ഇൻ വിക്ടോറിയൻ ഏജ് there was a return again. വിക്ടോറിയൻ ഏജിലാണ് ഇതിനൊരു മാറ്റം വന്നത്. നമുക്കറിയാം വിക്ടോറിയൻ ഏജ് ആൻഡ് അതിൻ്റെ ലാസ്റ്റൊക്കെ വന്നിട്ടാണ് പിന്നെ 20th സെഞ്ച്വറിയിലേക്ക് വരുന്നത്. ആ സമയത്ത് നമുക്കറിയാം ടെന്നിസൺ, ബ്രൗണിങ് അവരുടെയൊക്കെ റൈറ്റിങ്സാണ്. അതിൽ പിന്നെ തിങ്കിങ് എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു, തോട്ടിലേക്ക് വന്നു. ഫീലിംഗ് എന്നുള്ള റൊമാൻറ്റിക് ഏജിലെ ഫീലിങ്സ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. എന്നാൽ വിക്ടോറിയൻ ഏജിലേക്ക് വീണ്ടും തിങ്കിങ്ങിനാണ് ഇമ്പോർട്ടൻസ് വന്നത്. പിന്നെ എലിയറ്റ് എന്താ ചെയ്തത്? ഹി വാണ്ടഡ് ടു റീഇൻറ്റഗ്രേഷൻ ഓഫ് ദ തോട്ട് ആൻഡ് ഫീലിങ്സ് ഇൻ പോയട്രി ഇൻ മോഡേൺ ഏജ്. അപ്പോൾ അദ്ദേഹം പറയണം മോഡേൺ ഏജിൽ അല്ലെങ്കിൽ മോഡേണിസത്തിൽ അദ്ദേഹം എന്ത് വിചാരിച്ചു? തോട്ട് ആൻഡ് ഫീലിങ്സ് ബോത്ത് റീഇൻറ്റഗ്രേഷൻ ഓഫ് തോട്ട് ആൻഡ് ഫീലിങ്സ് ആണ് അദ്ദേഹം മീൻ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വർക്ക് നമുക്ക് കണ്ടാലറിയാം. ദ വേസ്റ്റ് ലാൻഡിൽ ദർ ഇസ് ദ യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി, ഓർ വി ക്യാൻ സേ ദർ ഇസ് ദ യൂണിയൻ ഓഫ് ബോത്ത് തോട്ട് ആൻഡ് ഫീലിങ്സ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് objective, correlative and also dissociation of sensibility, the two important and famous phrases by T.S. Eliot. അടുത്ത നമ്മൾ നോക്കുന്നത് about the profession. T.S. Eliot was an editor of Criterion. Criterion was one of the important, or what we can say, one of the international critical magazine or critical journal of T.S. Eliot period. T.S. Eliotൻ്റെ പീരിയഡിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്രിട്ടിക്കൽ ജേർണൽ ആയിരുന്നു ക്രൈറ്റീരിയൻ. രണ്ടാമത്തെ ഈഗോയിസ്റ്റ്. He is an assistant editor of the Egoist magazine and also he is the director of Faber and Faber. ഇതൊക്കെ നെറ്റ് ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് നെറ്റ് ക്വസ്റ്റ്യൻസിന് റിലേറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സുകൾ കൂട്ടിയിട്ടാണ്. ഇനി അടുത്തത് വാട്ട് അബൌട്ട് ഹിസ് റൈറ്റിംഗ്? ഹി യൂസ് മെയിൻലി ദ ഫ്രീ വേഴ്സ്, iambic pentameter and influenced by ancient Greek dramatists.
he is the person who brought the culture of writing poetry in free verse. അതായത് ഫ്രീ വേഴ്സിൽ എഴുതുക എന്നുള്ള ഒരു പോയട്രിയുടെ കൾച്ചർ കൊണ്ടുവന്നത് ആരാണ്? ടി.എസ്. എലിയറ്റ് ആണ്. ഹി ആൾസോ റിട്ടൺ ഇൻ ആംബിക് പെൻറ്റാമീറ്റർ. അപ്പോൾ നമ്മൾ ഈ ഫ്രീ വേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസിലെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് പോയട്രിയാണ് ഫ്രീ വേഴ്സിൽ എഴുതുക എന്നുള്ളത്. ദർ ഇസ് നോ യൂഷ്വൽ റൈമിംഗ് സ്കീം. ഓക്കെ, ഇതിനെ ഫ്രാൻസിൽ വിളിച്ചിരിക്കുന്ന വേർഡ് ഫ്രഞ്ച് നെയിം എന്താണ്? വേഴ്സ് ലിബ്രെ എന്നാണ്. ഫ്രീ വേഴ്സിനെ വിളിച്ചിരിക്കുന്നത് വേഴ്സ് ലിബ്രെ എന്നാണ്. ആ ഒരു ഫ്രഞ്ച് നെയിമിൽ നിന്ന് അദ്ദേഹം ഉണ്ടാക്കിയതാണ് ഫ്രീ വേഴ്സ് എന്നുള്ള പോയട്രിയുടെ ഒരു കൾച്ചർ. ഇതിലെന്താണ്? ദിസ് എനേബിൾസ് ദ ഫ്രീ വേഴ്സ് എനേബിൾസ് ദ പോയറ്റ് മോർ ഫ്ലെക്സിബിൾ ടു റൈറ്റ് ഇൻ ബൈ യൂസിങ് ദ ഐറണി or unexpected or about religion or evil things. അതൊക്കെ നമുക്കൊരു ഫ്ലെക്സിബിളായൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും റൈറ്റിങ്സിൽ. നമുക്ക് നമ്മുടെ ഒരു ഫോണ്ട് ഓഫ് റൈറ്റിങ്സിൽ എഴുതാം. ദർ ഇസ് നോ യൂഷ്വൽ റൈം സ്കീംസ് ലൈക്ക് ദാറ്റ്. പിന്നെ ഹി ഈസ് വെരി മച്ച് ഇൻഫ്ലുവൻസ്ഡ് ബൈ ആൻഷ്യൻ ഗ്രീക്ക് ഡ്രാമറ്റിസ്റ്റ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വർക്കിൽ നമുക്ക് കുറേ ഗ്രീക്ക് റെഫറൻസുകൾ കാണാം. ദ വേസ്റ്റ്ലാൻഡ് ഈസ് ആക്ച്വലി ഫുൾ ഓഫ് റെഫറൻസസ്. അതിൽ ഗ്രീക്ക് മാത്രമല്ല ഓൾ റൗണ്ട് റെഫറൻസുകൾ അതിൽ നമുക്ക് കാണാം, ഇൻക്ലൂഡിങ് ഇന്ത്യൻ ലിറ്ററേച്ചർ. ആൻഡ് ആൾസോ ഹി യൂസ്ഡ് കോറസ് ഇൻ പ്ലേസ്. ഇനി അദ്ദേഹത്തിന് കിട്ടിയ രണ്ട് വാട്ട് വി ക്യാൻ സേ, എലിയറ്റ് കോളേജ് എന്നുള്ള ഒരു കോളേജ് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് കെൻറ്റിൽ. It is named after him and giving him an honor. ഒരു ഓണറിൻ്റെ ഭാഗമായിട്ട്, റെസ്പെക്റ്റിൻ്റെ, ലവിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ എലിയറ്റ് കോളേജ് എന്നുള്ളത് ഒരു സൃഷ്ടിയാണ്. ആൾസോ ഹി വാസ് സെലിബ്രേറ്റഡ് ഓൺ US കമമറേറ്റീവ് പോസ്റ്റേജ് സ്റ്റാമ്പുകളിലൊക്കെ, US സ്റ്റാമ്പുകളിലൊക്കെ ഒരു സെലിബ്രേറ്റഡ് ഫിഗർ ആയിരുന്നു അദ്ദേഹം. ഹി ഈസ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇനി എലിയറ്റ്സ് വ്യൂ ഓൺ പോയട്രി. പോയട്രിനെ കുറിച്ച് എലിയറ്റ് എന്താണ് പറഞ്ഞത്? പോയട്രി ഈസ് നോട്ട് എ ടേണിങ് ലൂസ് ഓഫ് ഇമോഷൻ ബട്ട് ആൻ എസ്കേപ്പ് ഫ്രം ഇമോഷൻ. ഓക്കെ, ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ കുറച്ച് പോംസിലൂടെ പോവാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോം ഈസ് ദ വേസ്റ്റ്ലാൻഡ്. ഇറ്റ് ഈസ് നോൺ ആസ് ദ എപ്പിക് ഓഫ് 20th century മോഡേണിസം. 20th century മോഡേണിസം പീരിയഡിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി ഫേമസ് എപ്പിക്കാണ് ദ വേസ്റ്റ്ലാൻഡ്. വേറൊന്ന് ദ ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് പ്രൊഫ്രോക്ക്. ഈ ദ ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് പ്രൊഫ്രോക്ക് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ 1915. അത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് അട്രാക്റ്റഡ് വൈഡ് സ്പ്രെഡ് അറ്റൻഷൻ ഓഫ് പോം. അദ്ദേഹത്തിൻ്റെ പോംസിൽ ഫസ്റ്റ് അട്രാക്റ്റഡ് ആയിട്ടുള്ള വൈഡ് സ്പ്രെഡ് അറ്റൻഷൻ കിട്ടിയ ഒരു പോമാണ് ഇത്. പിന്നെ അടുത്തത് ദ ഹോളോ മെൻ, പ്രെല്യൂഡ്സ്, ജേർണി ഓഫ് ദ മജൈ, ആഷ് വെനസ്ഡേ, ലിറ്റിൽ ഗൈഡിങ്, ബേൺ നോട്ടൺ, ദ നെയിമിംഗ് ഓഫ് കാറ്റ്സ്, ഈസ്റ്റ് കോക്കർ, പോർട്രേറ്റ് ഓഫ് എ ലേഡി, റാപ്സഡി ഓൺ എ വിൻഡി നൈറ്റ്, ജെറോൺ, the dry salvages, the hippopotamus, and these are the poems. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ഉണ്ട്, ഏരിയൽ പോംസ്. ഏരിയൽ പോംസ് ആർ ദോസ് റിട്ടൺ ഫോർ ദ ഫേബർ ആൻഡ് ഫേബർ സീരീസ് ഓഫ് ഏരിയൽ പോംസ്. ഫാബർ ആൻഡ് ഫാബേഴ്സിൻ്റെ സീരീസ് ഓഫ് പോംസിൽ ചേർത്തിട്ടുള്ള പോംസിനെയാണ് ഏരിയൽ പോംസ് എന്ന് പറയുന്നത്. ആൾ ബട്ട് ട്രയംഫൽ മാർച്ച് all appeared in his book Collected Poems. ഇതിൽ എല്ലാ പോംസിലും ട്രയംഫൽ മാർച്ച് എന്താണ്, കളക്റ്റഡ് പോംസ് എന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിൽ അപ്പിയർ ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ്ലി സം ഓഫ് ദി ഏരിയൽ പോംസ് ആർ ദ ജേർണി ഓഫ് ദി മെജൈ, എ സോങ് ഫോർ സിമിയോൺ, ആനിമുല, മറീന, ട്രയംഫൽ മാർച്ച്, ദ കൾട്ടിവേഷൻ ഓഫ് ക്രിസ്മസ് ട്രീസ്. ഇത്രയുമാണ് ഏരിയൽ പോംസ് എന്നറിയപ്പെടുന്നത്. അതായത് ഫാബർ ആൻഡ് ഫാബർ സീരീസിൽ എഴുതിയിട്ടുള്ളതാണ് ഇത്രയും പോംസ്. ഇതിൽ ട്രയംഫൽ മാർച്ച്
Even though it is an aerial poem, it is written or included in the book called Collected Poems of T.S. Eliot. ഇനി അടുത്ത് he is also important for dramas. അദ്ദേഹത്തിൻ്റെ പ്ലേൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഹി യൂസ്ഡ് വേഴ്സ് പ്ലേസ് ലൈക്ക് ഷേക്സ്പിയറിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള T.S. എലിയറ്റിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഷേക്സ്പിയർ. അതുതന്നെ അദ്ദേഹം തൻ്റെ പ്ലേസിൽ വേഴ്സ് പ്ലേസാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് എന്താണ്, പോയറ്റിക് ലാംഗ്വേജിൽ എഴുതുന്ന പ്ലേസ്. സം ഓഫ് ഹിസ് വേഴ്സ് അല്ലെങ്കിൽ ഏർലി വേഴ്സ് പ്ലേസ് എന്ന് പറയുന്നത് സ്വീനി അഗോണിസ്റ്റ്, വിച്ച് ഈസ് ആൻ ഇൻകംപ്ലീറ്റ് പ്ലേ, ദ റോക്ക്, ദ മർഡർ ഇൻ കാത്തീഡ്രൽ, and the later verse plays are The Cocktail Party, The Elder Statesman, The Confidential Clerk, and The Family Reunion. And whenever we heard of T.S. Eliot, we know that he is associated with a movement. നമ്മൾ T.S. എലിയറ്റിൻ്റെ പേര് കേൾക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്നതാണ് ഇമ്പോർട്ടൻസ് ഇൻ ദ 20th century മോഡേണിസം. അപ്പോൾ എന്താണ് മോഡേണിസം? എലിയറ്റ് is synonymous with modernism. Everything about his poetry bespeaks high modernism. It's the use of myth to undergird and other atomized modern experience, its collage-like juxtaposition of different voices, traditions, and discourses, and its focus on the form as carrier of meaning. Modern poetry should be the expression of the modern attitude the observer is emphasized who perceived the world from different angles. The prevailing attitude is negative due to increasing isolation of people and the loss of personal individuality. ഇതിൽ നമുക്ക് മോഡേണിസം എന്ന പീരീഡിനെ കുറിച്ചിട്ട് ഇതിൽ പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു വേർഡ് കേൾക്കണം, മോഡേൺ ഏജ്. മോഡേൺ ഏജ് എന്ന് പറയുന്നതും മോഡേണിസം എന്ന് പറയുന്നതും അതിൻ്റെ സ്പെല്ലിങ്ങിൽ ഏകദേശം സെയിം ആണെങ്കിലും അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ഐഡിയാസാണ്. അപ്പോൾ നമുക്കത് എളുപ്പം മനസ്സിലാക്കാം. അതായത് മോഡേൺ ഏജ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 പീരിയഡ് ഓഫ് ലിറ്ററേച്ചറിൽ 3 പീരിയഡ് ഉണ്ട്: ഓൾഡ് ഏജ്, മിഡീവൽ ഏജ് ആൻഡ് മോഡേൺ ഏജ്. അപ്പോൾ ഓരോ ഏജിലും നമ്മൾ കടന്നു പോരുമ്പോൾ നമുക്ക് ഒരു നെക്സ്റ്റ് ഏജിൽ അതിൻ്റെലേറെ ഇംപ്രൂവൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഏജിൽ നിന്ന് കുറച്ച് ബെറ്റർ അല്ലെങ്കിൽ ഫോൾസ് ഏതെങ്കിലും ഒന്ന് ബെറ്റർമെൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഫോൾ ആയിരിക്കാം, എന്തായാലും ഒരു ഡിഫറെൻറ്റ് വണ്ണാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഡിഫറെൻറ്റ് പീരിയഡുകളാക്കിയിട്ടുള്ളത്. ഈ പീരിയഡിലുള്ള സംഭവം അടുത്ത പീരിയഡിൽ ഇല്ലാത്തത് കൊണ്ടാണ് അതിനെ നമ്മൾ വേർതിരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ പീരിയഡിലുള്ളതിനേക്കാൾ എന്തോ ബെറ്റർ ആയിട്ടുള്ളത് അടുത്ത പീരിയഡിലുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു മോഡേൺ ഏജാണ്. എവ്രി ന്യൂ ഏജ് ഈസ് എ മോഡേൺ ഏജ്. കാരണം അതിലില്ലാത്ത ഒരു കാര്യം, എന്തോ ഒരു ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ബെറ്റർ കാര്യം അടുത്ത ഏജിലുണ്ട്. അപ്പോൾ നമ്മളൊക്കെ മോഡേൺ ഏജാണെന്ന് പറഞ്ഞ് നമ്മൾ പാരൻസൊക്കെ ഒരുപാട് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. നമ്മൾ മോഡേൺ ഏജാണ്, അവരുടെ ഏജിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ്, നമ്മളെ ഏജിൽ എന്തോ ഒരു ബെറ്റർമെൻ്റ് ഉണ്ട്. ഇനി നമുക്ക് ശേഷം വരുന്ന ജനറേഷനോട് നമ്മളെന്ത് പറയും, നിങ്ങളുടേത് മോഡേൺ ഏജാണ്, നിങ്ങൾ മോഡേൺ കുട്ടികളാണ്, നിങ്ങളിലുള്ളത് ഞങ്ങളടുത്തുള്ളത് പോലെയല്ല, നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ ലൈഫ് വേ ഓഫ് ലിവിങ് ആണ് എന്ന് പറയും. ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് പീരിയഡിൻ്റെ സ്പെഷ്യാലിറ്റി. ഓരോ ഏജിലും അത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ മോഡേണിസം എന്ന് പറയുന്നത് എന്താണ്, ഇത് ശരിക്കും മനസ്സിലാവാൻ നമ്മൾ അതിൻ്റെ തൊട്ട് മുന്നത്തെ ഒരു ലിറ്റററി പീരീഡ് എടുക്കുമ്പോഴാണ്. ഇപ്പോൾ വിക്ടോറിയൻ പീരിയഡിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്യു ആർണോൾഡ് പോലെയുള്ള റൈറ്റേഴ്സൊക്കെ, അല്ലെങ്കിൽ അവരൊക്കെ കാര്യമായിട്ട് എഴുതിയിരുന്നത് റിട്രീവിങ് ഓഫ് റിലീജിയനെ കുറിച്ചിട്ടായിരുന്നു. ഫെയ്ഡിങ് ഓഫ് ഫെയ്ത്തിനെ പറ്റി, ഫെയ്ത്ത് ഇൻ റിലീജിയൻ, അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റഡ് എലമെൻറ്റ്സ്. T.S. എലിയറ്റും അധികം മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് അവരൊക്കെ എഴുതിയിരുന്നത് എന്തിനെ കുറിച്ചിട്ടായിരുന്നു, ഫ്രാഗ്മെൻറ്റേഷനെ കുറിച്ചിട്ടായിരുന്നു. ദ സൊസൈറ്റി ഈസ് ഫ്രാഗ്മെൻറ്റഡ്.
ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമാണ് മോഡേണിസം എന്നുള്ളത് വന്നതും സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് പോസ്റ്റ് മോഡേണിസം വന്നതും. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം വിക്ടോറിയൻ പീരീഡിൽ ആൾക്കാർ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരുന്നു. അവർ ഓൾറെഡി റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. പക്ഷേ സയൻസ്, ഡാർവിൻസ് തിയറി ഓഫ് ഒറിജിൻ ഓഫ് സ്പീഷീസ് ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് സൊസൈറ്റിയിൽ. ദേ ആർ സ്റ്റാർട്ടഡ് ടു ബിലീവ് ഇൻ സയൻസ് ആൻഡ് ദെയർ ടെക്നോളജി ആൻഡ് ദേ ആർ റിട്രീവിങ് എവേ ഫ്രം റിലീജിയൻ. റിലീജിയനിൽ നിന്ന് മാറി നിൽക്കുകയും സയൻസിനോട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു വിക്ടോറിയൻ പീരീഡ് എന്ന് പറയുന്നത്. ആ പീരീഡിൽ അവർക്ക് മാറ്റം വന്നത് എന്തിനു ശേഷമാണ്? ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം. ഫസ്റ്റ് വേൾഡ് വാർ ബ്രോട്ട് ഫുൾ ഓഫ് ഡിസ്ട്രക്ഷൻ ടു ദ വേൾഡ്. എല്ലാ രാജ്യത്തെയും ഡിസ്ട്രക്ഷനിലേക്ക് എത്തിച്ച ഒരു ടൈമായിരുന്നു അതെന്ന് പറയുന്നത്, ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ടൈം. എവ്രിതിങ് ഈസ് സ്കാറ്റേർഡ്. ജനങ്ങൾക്ക്, സൊസൈറ്റിയിലെ ആൾക്കാർക്ക് ഓൾറെഡി ദേ ലോസ് ദ ബിലീഫ് ഇൻ ഗോഡ് ആൻഡ് റിലീജിയൻ. കാരണം റിലീജിയൻ ഒരിക്കലും അവരുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ദർ ഇസ് നോ ലോജിക് ആൻസേഴ്സ്. റാഷണലിസം ആയിരുന്നു മെയിൻ പ്രോബ്ലം. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അവർ അന്ന് സയൻസിനെ ബിലീവ് ചെയ്തു. എന്നാൽ ഫസ്റ്റ് വേൾഡ് വാറിൽ സയൻസിൻ്റെ ഡിസ്ട്രക്ഷൻ കാരണം അവരെന്താക്കി, അതിൽ നിന്നും അവർക്ക് ബിലീഫ് നഷ്ടപ്പെട്ടു. അപ്പോൾ സയൻസും ഇല്ല, റിലീജനും ഇല്ല എന്നൊരു സിറ്റുവേഷനാണ്. അതിനെയാണ് സ്കാറ്റേർഡ് അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റഡ് സിറ്റുവേഷൻ എന്ന് പറയാം. എവ്രിതിങ് ഈസ് സ്കാറ്റേർഡ്. ഒന്നിലും ഒരു ബിലീഫില്ല. ദർ ഈസ് നോ ഹോപ്പ്. ദർ ഈസ് ഫുൾ ഓഫ് കൺഫ്യൂഷൻ. അബ്സേർഡ് മൈൻഡാണ്. എവ്രിതിങ് ഈസ് ലോസ് ഓഫ് ഹോപ്പ്. നോ ഡ്രീം ഓർ ഫ്യൂച്ചർ. നമുക്കൊരു ഫ്യൂച്ചർ, നമുക്ക് ഡ്രീം, ഒരു ഹോപ്പ്, അതൊന്നുമില്ല. ഒരു അബ്സേർഡ് മൈൻഡിലാണ് എല്ലാവരും നിൽക്കുന്നത്. അന്നുള്ള പോയട്രി അല്ലെങ്കിൽ റൈറ്റിങ്സ്, മോഡേൺ ലിറ്ററേച്ചർ, മോഡേണിസ്റ്റ് ലിറ്ററേച്ചർ, അന്നത്തെ റൈറ്റേഴ്സാണ് മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് എന്നും പറയുന്നത്. അപ്പോൾ ഇതാണ് മോഡേണിസം പീരിയഡ്. അപ്പോൾ ഈ മോഡേണിസം പീരിയഡിൽ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഡിഫറെൻറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ്സിനെ ഒരുമിപ്പിച്ചിട്ട് യോജിപ്പിച്ചിട്ട് എഴുതുന്ന വർക്ക്സ്, അതായിരുന്നു അന്നത്തെ മോഡേണിസ്റ്റ് റൈറ്റേഴ്സിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്. ആൾക്കാർക്ക് റിലീജിയൻ്റെ ഇമ്പോർട്ടൻസ് കാണിക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ വിൻഡ്ഹോവർ, ജി എം ഹോപ്കിൻസിൻ്റെ, അതുപോലെ തന്നെ മാത്യു ആർണോൾഡിൻ്റെ ഡോവർ ബീച്ച്, പിന്നെ ദ വേസ്റ്റ് ലാൻഡ്, അതുപോലെ ഒരുപാട് വർക്ക്സ് റിലീജിയൻ്റെ പ്യൂരിറ്റി അല്ലെങ്കിൽ റിലീജിയൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് സ്പിരിച്വൽ, മാർട്ടിഡ്രം, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ ആൾക്കാരാണ് മോഡേണിസ്റ്റ് റൈറ്റേഴ്സ്. കാരണം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. റിലീജിയൻ എന്താണെന്നും അതിൻ്റെ ബിലീഫ് എന്താണെന്നും പിന്നെയും പൊടി തട്ടിയെടുക്കേണ്ട ഒരു ആവശ്യം വന്നു. അതാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ അബ്സേർഡായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എന്താണ് റിയാലിറ്റി, എന്താണ്, എങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്നൊന്ന് മനസ്സിലാക്കി കൊടുത്തതാണ് മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് ഇൻ ദ പീരീഡ് ഓഫ് മോഡേണിസം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പോൾ നമുക്കറിയാം മോഡേണിസ്റ്റ് പിക്ചേഴ്സൊക്കെ, മോഡേൺ പിക്ചർ കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല എന്നുള്ളൊരു ക്ലീശ, ഒരു തമാശ രൂപത്തിൽ നമ്മൾ പറയാറുണ്ട്. മോഡേൺ ആർട്ടുകൾ ഒന്നും മനസ്സിലാവാതെ എന്തൊക്കെയോ കുറേ ക്യൂബ്സ്, കുറേ സ്ക്വയർ, കുറേ ഫിഗേഴ്സ്, പിക്ചേഴ്സ്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാവും എന്നൊന്നും. ഇപ്പോൾ നമ്മൾ അധികം ഫിലിമിലൊക്കെ കാണിക്കാറുണ്ട്, ജസ്റ്റ് ഒരു ക്യാൻവാസിൽ കുറച്ച് കളേഴ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇറ്റ് ഈസ് എ മോഡേൺ ആർട്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിലെന്താണ്, അതൊരു ബൈ ലുക്കിംഗ് ജസ്റ്റ് സൈറ്റിൽ അതിൽ നത്തിങ് ഈസ് ദർ. ബട്ട് വെൻ വി ഗോ ഡീപ്പ് ടു ഈച്ച് മീനിങ്, അതിലുള്ള ഓരോ കളേഴ്സ് അല്ലെങ്കിൽ ഓരോ ഫിഗേഴ്സിനും ഓരോ ഇമേജിനും ഓരോ മീനിങ് ഉണ്ട്. അപ്പോൾ ഈ മൊത്തമുള്ള ഫ്രാഗ്മെൻറ്റഡ് സംഭവങ്ങൾ ഒരുമിപ്പിച്ചിട്ട് ചെയ്യുന്നതിനെയാണ് മോഡേണിസം എന്ന് പറയുന്നത്. ആൻഡ് ടി.എസ്. എലിയറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫിഗർ ഇൻ മോഡേണിസ്റ്റ് പീരിയഡ്. ഇനി അദ്ദേഹത്തിൻ്റെ സം ഓഫ് ദി എസ്സേസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻസ്, ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ്, മെറ്റാഫിസിക്കൽ പോയറ്റ്സ്. ഇത് മൂന്നും അദ്ദേഹത്തിൻ്റെ എസ്സേകളാണ്. ഇതിലെന്ന് പറയുന്നത് ഇപ്പോൾ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻസ് എന്ന എസ്സേയിൽ ഹീ ഈസ് ആർഗ്യൂയിങ് ദാറ്റ് ആർട്ട് മസ്റ്റ് ബി അണ്ടർസ്റ്റുഡ് നോട്ട് ഇൻ എ വാക്വം ബട്ട് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് പ്രീവിയസ് പീസ് ഓഫ് ആർട്ട്.
അതിൻ്റെ ട്രഡീഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്, ട്രഡീഷനാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ ടാലൻറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കുറേ പോയറ്റിക് ലാംഗ്വേജിൽ കുറേ ഫിഗർ ഓഫ് സ്പീച്ചൊക്കെ യൂസ് ചെയ്തിട്ട് ബ്യൂട്ടിഫൈ ചെയ്ത് എക്സാജറേറ്റ് ചെയ്ത് എഴുതിയതുകൊണ്ട് അതൊരു ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ഒരു ട്രഡീഷന് കീപ്പ് ചെയ്യാതെ സംതിങ് ന്യൂ ആയിട്ട് ഇത് എൻ്റെ സ്റ്റൈലാണ്, എൻ്റെ കോൺട്രിബ്യൂഷനാണെന്ന് പറഞ്ഞാൽ അതൊരു ഇൻഡിവിജ്വലിൻ്റെ ടാലൻ്റ് അല്ല എന്നാണ് ടി.എസ്. എലിയറ്റ് പറയുന്നത്. ഒരു ഇൻഡിവിജ്വലിന് റൈറ്റിങ്ങിൽ ടാലൻ്റ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? വെൻ ഹി യൂസ്ഡ് സം ഓഫ് ദ ട്രഡീഷൻ ഫ്രം ഹിസ് ഫോർഫാദേഴ്സ് ഓർ അതർ റൈറ്റേഴ്സ്. അദ്ദേഹത്തിൻ്റെ മുമ്പുള്ള റൈറ്റേഴ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഒരു ട്രഡീഷൻ്റെ ഫോമിൽ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ഹാംലെറ്റിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഹാംലെറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതെന്ന് പറഞ്ഞാൽ ഹാംലെറ്റ് ജസ്റ്റ ഡാനോറം എന്നിട്ടുള്ള ഒരു ഡാനിഷ് വർക്കുണ്ട്, ഒരു ക്രോണിക്കിൾ. അതിൽ നിന്ന് സാക്സോ ഗ്രാമാറ്റിക്കസ് ആണ് അത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വർക്കിൽ നിന്നൊരു ട്രഡീഷൻ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ട്രഡീഷൻ എടുത്തിട്ട് എഴുതുമ്പോഴാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഗ്രേറ്റ് ടാലൻറ്റ് എന്നാണ് ആര് പറയുന്നത്? ടി.എസ്. എലിയറ്റ് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് എന്ന എസ്സേയിൽ ഹാംലെറ്റ് എന്നുള്ള പ്ലേ ഒരു ആർട്ടിസ്റ്റിക് ഫെയിലിയർ ആണ്, ബിക്കോസ് ഇറ്റ് ലാക്സ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. പിന്നെ ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ്, എലിയറ്റ്സ് എസ്സേ ഈസ് ഗിവിങ് മോർ ഇമ്പോർട്ടൻസ്. നമുക്ക് എന്ത് പറയാം, മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്നുള്ള അവരുടെ ആ ഗ്രൂപ്പിന് മോർ ഇമ്പോർട്ടൻസ് കിട്ടിയത് തന്നെ ടി.എസ്. എലിയറ്റിൻ്റെ ഈ എസ്സേക്ക് ശേഷമാണ്. ഹി പ്രൈസ്ഡ് ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആൻഡ് ദെയർ എബിലിറ്റി ടു ഷോ ദ എക്സ്പീരിയൻസസ് ആസ് ബോത്ത് സെൻഷ്വൽ ആൻഡ് സൈക്കോളജിക്കൽ മാനർ. സെൻഷ്വലായിട്ടും സൈക്കോളജിക്കലായിട്ടും ആ ഒരു എമോഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റീനെ അദ്ദേഹം ഒരുപാട് പ്രൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഡിസോസിയേഷൻ ആൻഡ് സെൻസിബിലിറ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്ത്, there is a unification of sensibility, there is both thought and feeling. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂ ക്രിറ്റിസിസം ആണ്. ന്യൂ ക്രിറ്റിസിസം വാസ് എ ഫോർമലിസ്റ്റ് മൂവ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ആൾസോ, നമുക്കറിയാം ടി.എസ്. എലിയറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മോഡേണിസം ആസ് വെൽ ആസ് ന്യൂ ക്രിറ്റിസിസം and the theory that is dominated American literary criticism in the middle decades of 20th century, and it emphasized the close reading, particularly of poetry, to discover how a work of literature functioned as a self-contained and self-referential aesthetic object. The movement was derived its name from John Crowe Ransom's 1941 book, the same name, The New Criticism. അതൊരു മെൻഷൻ തന്നു എന്ന് മാത്രം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണത്. ഇനി ഞാനിതിൽ പറയുന്നത് ടി.എസ്. എലിയറ്റിനെ കുറിച്ച് ആൾഡോസ് ഹെക്സ്ലി പറഞ്ഞ കാര്യമാണ്. He is the most bank clerky of all bank clerks. And also ടി.എസ്. എലിയറ്റിൻ്റെ ദ വേസ്റ്റ്ലാൻഡ് എന്ന പോമുണ്ട്. ആ പോമിനെ കുറിച്ചിട്ട് പറഞ്ഞതാണ് വിൻഹാം ലെവിസ് എന്ന ആൾ വേസ്റ്റ്ലാൻഡിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. ഇറ്റ്സ് എ ക്രോസ്വേർഡ് പസിൽ ആൻഡ് എ സ്പ്യൂരിയസ് വെർബൽ അൾജിബ്ര. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് ടി.എസ്. എലിയറ്റ്. നമ്മളിതിൽ ടി.എസ്. എലിയറ്റിനും മോഡേണിസം, ന്യൂ ക്രിറ്റിസിസം, അദ്ദേഹത്തിൻ്റെ രണ്ട് ഐഡിയാസ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്, അതുപോലെ തന്നെ ഡിസോസിയേഷൻ, സെൻസിബിലിറ്റി, ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് സം ഓഫ് ദി ക്വസ്റ്റ്യൻസ് ഫ്രം, ഇതിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നെറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആണ് ഞാൻ ഈ ഒരു സ്ലൈഡ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നോക്കാം.